ഇത് കണ്ടിട്ട് എണ്ണ ഉപയോഗിക്കാതെ ഇട്ട അച്ചാറാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നല്ല അലുത്ത് പോകുന്ന അച്ചാറാണ്. ഒരു തുള്ളി എണ്ണയോ ഒരു തുള്ളി വിനാഗിരിയോ ഒഴിക്കാണ്ട് ഇട്ട അച്ചാർ. ഇത് എനിക്കൊരാൾ പറഞ്ഞു തന്നെയാണ്. അപ്പം നമ്മുടെ മാളൂമ്മ പറഞ്ഞു തന്നെയാണ്. ലാസ്റ്റ് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ആവശ്യമുള്ളവർക്ക് കുറച്ചെങ്കിലും എണ്ണ ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളവർക്ക് അവസാനം കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എണ്ണയ്ക്കകത്ത് ഇച്ചിരി കടുക്. നാരങ്ങ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ വെള്ളനനൊക്കെ തുടച്ചിട്ട് വേണം നമുക്കിത് അരിഞ്ഞ് മൺകലത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട്. നാരങ്ങ എല്ലാം അരിഞ്ഞതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് കാന്താരി, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അതില്ലാതെ എല്ലാം എടുത്ത് ഉണക്കിയിട്ടുള്ള 4 സ്പൂണും ഒക്കെ എടുത്തിട്ടുള്ളൂ. മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് മുളക് പൊടി ഇട്ടിട്ടാണ് ഇടുന്നത്. ഇപ്പം വെള്ളയ്ക്കാണെങ്കിൽ ഇത്ര മതി, വെള്ള അച്ചാറാണ്. മുളക് പൊടി ഇടുന്നത് കൊണ്ട് മുളക് പൊടി ചൂടാക്കിനകത്ത് ഇടണം. പിന്നെ ഉലുവാപ്പൊടി ഇടണം. ഞാൻ മുളക് പൊടി ചൂടാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണയും വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് അടുപ്പിൽ വെക്കാം, കനലിൽ വെക്കണം. ഇത് കനലിൽ വെക്കുമ്പോൾ വാഴയില ഇട്ട് കെട്ടിയിട്ട് വേണം വെക്കാൻ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇത് അടുക്കി പിടിക്കാതെ. ഇതിങ്ങനെ 2-3 ദിവസം ചെയ്യണം കേട്ടോ. അപ്പോൾ ഭയങ്കര തീവിടല്ലേ, ചെറിയ കനലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ മൺകലത്തിൽ വെച്ചിട്ട് ഇല വെച്ച് വാട്ടി കെട്ടി വേണമെങ്കിൽ വെക്കാം. ടിന്നിലോട്ട് വേണമെങ്കിൽ മാറ്റാം, ഫ്രിഡ്ജ് വേണമെങ്കിൽ വെക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എടുക്കുന്ന സാധനങ്ങളിലൊന്നും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. അത് എടുക്കുന്ന പാത്രത്തിലായാലും കലത്തിലായാലും സ്പൂണിലായാലും ഒന്നിലും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.